പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരുപാട് വിവാദമായതായിരുന്നു പെട്ടി വിവാദം. അതേപോലെ ഒരു പെട്ടി വിവാദം ഇതാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഒരു 11 മണിയോടുകൂടി ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ പോകുമ്പോൾ വാഹനം തടഞ്ഞു നിർത്തുകയും പരിശോധിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ UDF നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ LDF നേതാക്കളൊക്കെ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായി വാഹനങ്ങൾ പരിശോധിക്കും, മറ്റെന്തെങ്കിലും പണം കടത്തുകയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ളതുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധനയാണ്. അപ്പോൾ അതൊരു സ്വാഭാവിക പരിശോധനയാണ്. എന്തിനാണ് UDF നേതാക്കൾ ഈ പരിശോധനയെ ഭയക്കുന്നത്, ഇത്രയധികം വിവാദമാക്കുന്നത് എന്നൊക്കെയാണ് LDF നേതാക്കളൊക്കെ ചോദിക്കുന്നത്. പക്ഷേ UDF നേതാക്കൾ പറയുന്നു, അതിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ പറയുന്നു, അതൊരു സ്വാഭാവിക പരിശോധനയല്ല, മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അതിന് പിന്നിലുണ്ടായിരുന്നു, നേതാക്കളെ അവഹേളിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ പരിശോധനയായിരുന്നു അത് എന്നാണ് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം പെട്ടിയെടുത്ത് ഇവരോട് പുറത്തിറങ്ങാൻ പറയുന്നു, മുഖത്ത് ടോർച്ചൊക്കെ അടിച്ചു നോക്കുന്നു, പെട്ടി പുറത്തേക്ക് വെക്കാൻ പറഞ്ഞു, പക്ഷേ അതവർ പരിശോധിച്ചില്ല. അതെന്തുകൊണ്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ വീണ്ടും ഒരു പെട്ടി വിവാദം ചർച്ചയാവുകയാണ് തെരഞ്ഞെടുപ്പിനിടെ എന്നതാണ്. അജിംസ്, എന്താണ് ഈ രീതിയിലുള്ള ഒരു പെട്ടി വിവാദം ഉയർന്നു വരാൻ കാരണമായത്? ഇത് പരിശോധനയ്ക്ക് ഒരു സ്വാഭാവികമല്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത്? ഈ ഏത് തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വിന്നിങ് പാർട്ടിക്ക് വേണ്ട അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരു പാർട്ടി ജയിക്കണം, ഒരു പാർട്ടിയുടെ സ്ഥാനത്ത് ജയിക്കണമെങ്കിൽ അവരായിരിക്കണം തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യുക, ആ വിഷയത്തിൽ മറ്റുള്ളൊരു ചർച്ച നടത്തുക. അതേസമയം ഇപ്പോൾ നോക്കുക, അപ്പോൾ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മുന്നണി അവിടെ മത്സരിക്കുന്നു. അവിടെ നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് സംജാതമാക്കാനിടയായ കാരണം അൻവർ രാജിവെച്ചാണ്. അൻവർ ഉയർത്തിയ ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ആരെയാണ്? അത് ഭരണകൂടത്തെയാണ് ബാധിക്കുക. അതിന് മുഴുവൻ മറുപടി പറയേണ്ടത് സ്വരാജും മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി ഇന്നലെ ഇന്നും നാളെയൊക്കെയായിട്ട് അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇനിയിപ്പം 3-4 ദിവസം കൂടി ഉള്ളൂ വോട്ടെടുപ്പിന്. അപ്പോൾ ഈ സമയത്ത് അതിൻ്റെ ഒരു അവസാന ലാപ്പിൽ അതിൻ്റെ അജണ്ട സെറ്റ് ചെയ്യണം. അപ്പോൾ അജണ്ട സെറ്റ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെന്ന് പോലും നോക്കുക, നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് എന്താണ്? അൻവർ മത്സരിച്ചാൽ പോലും അൻവർ ഉയർത്തിയ വിഷയങ്ങളായിരിക്കും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിവാദമാവുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല കണ്ടത്. കഴിഞ്ഞ 10 ദിവസം നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി, സമസ്ത, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള വളരെ ട്രിവിയലായിട്ടുള്ള കാര്യങ്ങൾ, അത് മുമ്പ് പറഞ്ഞ് പഴകി തേഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് വേണമെങ്കിൽ വാദിക്കാം അത് ഉയർന്നവർക്ക്. പക്ഷേ അതിനപ്പുറം അവിടെ ചർച്ച ചെയ്യപ്പെടണം എന്ന് അവിടുത്തെ വോട്ടർമാരും പുറമെയുള്ള കേരളത്തിലെ മറ്റ് വോട്ടർമാരൊക്കെ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊന്നും അവിടെ ചർച്ച ചെയ്യപ്പെടുകയോ? ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുക എന്ന് മാത്രമല്ല, സർക്കാർ അതിന് മറുപടി പറയാമെന്നുകൂടിയാണ്. സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ സർക്കാർ രാഷ്ട്രീയമായി അതിനെ നേരിടുകയും രാഷ്ട്രീയമായി മറുപടി പറയുകയും ചെയ്യണം. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് ജയിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു കാര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം അൻവർ പോലും, ഇപ്പോൾ PV അൻവറാണ് ഈ വിഷയം ഉയർത്തിവിട്ടത്, അൻവർ പോലും ആ വിഷയമല്ല സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അൻവറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി വേറൊരു രീതിയിൽ വളരെ ഡിഫറൻ്റാണ്. അദ്ദേഹം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ വീട് വീടാന്തരം കയറുകയും അദ്ദേഹത്തിൻ്റെ ആയ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിലൂടെ വോട്ടഭ്യർത്ഥിക്കുകയും ആളുകൾ നേരിൽ കാണുകയും അങ്ങനെ വെച്ചാൽ നമ്മളൊരു വാർഡിലെ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് വാർഡിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ ആ ഒരു സ്ട്രാറ്റജിയാണ് അൻവറോടെ സ്വീകരിക്കുന്നത്. അൻവർ രാഷ്ട്രീയം പറയുകയല്ല ചെയ്യുന്നത്, അദ്ദേഹം പരമാവധി വോട്ട് ഗ്യാദർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രതീക്ഷിച്ചത് എന്താണ്? അൻവർ ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ അദ്ദേഹം LDFനെതിരെ അതിനു മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങളുമായി വന്ന് LDFനെതിരെ ആഞ്ഞടിക്കുമെന്നാണ്. പക്ഷെ അൻവർ ശ്രമിക്കുന്നത് അത്തരം രാഷ്ട്രീയ പ്രചാരണം ഇല്ല എന്നല്ല, വലിയ ബിൽ ബോർഡുകളെ സ്ഥാപിച്ചിട്ടുണ്ട്. അൻവർ മുമ്പ് ഉയർത്തിയ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന ഹെഡിങ്ങോടുകൂടി അദ്ദേഹം മുമ്പ് ഉയർത്തിയ ആരോപണങ്ങൾ വലിയ ബിൽ ബോർഡുകളായിട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ എവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രചാരണ രീതി ഇങ്ങനെ ഒരു ഡോർ ടു ഡോർ ക്യാമ്പയിൻ രീതിയിലാണ്. ഇത് രണ്ട് മുന്നണികളെ ആശങ്കയിലാക്കുന്നുണ്ട്. അൻവർ എത്ര വോട്ട് പിടിക്കും, ഏത് വോട്ടാണ് പിടിക്കുക എന്നുള്ളത് രണ്ട് മുന്നണികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിലമ്പൂരിലെ ഫലം എന്നുള്ളത് പ്രവചനാതീതമാണ് ഇപ്പോഴത്തെ കാര്യത്തിൽ. കാരണം അൻവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ് അവിടുത്തെ ഫലം നിശ്ചയിക്കുക. അൻവർ ജയിക്കും എന്ന് തന്നെയാണ് അൻവർ വോട്ടർമാരോട് പറയുന്നത്. ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അത് വിട്, നമ്മൾ അത് തിരിച്ചു കളയാൻ പറ്റില്ല. കാരണം ചെറിയ വോട്ടല്ല അത് പിടിച്ചതെങ്കിൽ ആരെയാണ് ബാധിക്കുക എന്നുകൂടി ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പയറ്റിയ അതേ തെരഞ്ഞെടുപ്പ് അജണ്ട, ഈ പെട്ടി എന്ന അജണ്ട നിലമ്പൂരിലേക്കും കൊണ്ടുവരുന്നത്. നിലമ്പൂരിലേക്ക് കൊണ്ടുവരുന്ന അത് പരിശോധിക്കുന്നവരാണ് അതേ രാഹുൽ മാങ്കൂട്ടത്തിലെയും അതേ ഷാഫി പറമ്പിലിനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്ന തുക മാത്രമല്ല മുന്നണികളും സ്ഥാനാർത്ഥികളും ചെലവഴിക്കുക. ഒരു 10 കോടി രൂപയെങ്കിലും ഒരു സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ചെലവഴിക്കുന്നുണ്ടാകുമെന്നാണ് അസസ് ചെയ്യുന്നത്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബിൽ ബോർഡുകൾ, കമാനങ്ങൾ, ചുമരെഴുത്തുകൾ, മറ്റ് പ്രചാരണ സാമഗ്രികൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രമാത്രം ഒരു ഉപതെരഞ്ഞെടുപ്പ് എത്രമാത്രം പണമിറക്കാം അത്രമാത്രം പണമിറക്കിക്കൊണ്ടുള്ള പ്രചാരണം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്നതിൽ കൂടുതൽ തുക അവിടെ ചെലവഴിക്കാൻ വേണ്ടി ബ്ലാക്ക് മണി, അതായത് ലിക്വിഡ് മണി ഈ സ്ഥാനാർത്ഥികൾ ക്യാരി ചെയ്യാനുള്ള സാധ്യത മുൻകൂട്ടി കൊണ്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ ഈ രാഷ്ട്രീയ പ്രവർത്തകർ കൊണ്ടുപോകുന്നുണ്ടാവും എന്ന ഇതിലായിരിക്കും പോലീസ് അത് ചെക്ക് ചെയ്യുന്നത്.
പക്ഷേ പോലീസ് UDF മാത്രം ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് അതിന് തിരിച്ചൊരു വെപ്പൺ കൊടുക്കുകയാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയും വാഹനം ചെക്ക് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. കാരണം അവർക്കും പണം കൊണ്ടുവരാമല്ലോ, അവരായിരിക്കുമല്ലോ കൊണ്ടുവരുന്നത്. നമ്മൾ മുമ്പ് കണ്ടതാണ് 2019 ലോക്സഭാ ഇലക്ഷനിൽ കർണാടകയിലെ ചിത്രദുർഗയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നു. ഹെലികോപ്റ്ററിൽ നിന്ന് വളരെ പെട്ടെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കുറേ പെട്ടികൾ എടുത്തുകൊണ്ട് കാറിലേക്ക് വിടുന്നു. എന്തായിരുന്നു ആ പെട്ടികൾ എന്ന ചോദ്യത്തിന് ഇന്നും മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ പണം തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും ഇറക്കുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ പണം കൊണ്ടുവരുന്നത് എന്താണ്? ഒന്നുകിൽ MLA-മാരുടെയും MPമാരുടെ ഔദ്യോഗിക വാഹനങ്ങളിൽ, മന്ത്രിമാരുടെയോ ഒക്കെ വാഹനങ്ങളിലായിരിക്കും കൊണ്ടുവരിക. കാരണം അത് ചെക്ക് ചെയ്യൽ കുറവാണ്. അവിടെയാണ് UDF തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങൾ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും വാഹനം ചെക്ക് ചെയ്യുമെന്ന് ചോദിക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതാണ് ഈ അവസാന നിമിഷങ്ങളിൽ ഈ പെട്ടി തന്നെയാണ് ചർച്ചയാവുന്നെങ്കിൽ, പെട്ടി ഇപ്പോൾ ഏതാണ്ട് UDF വിട്ടിട്ടുണ്ട്. ഇന്ന് കാര്യമായിട്ട് അവർ അതിനോട് പ്രതികരിച്ചിട്ടില്ല. കാരണം അവർക്ക് തന്നെ അറിയാം അതിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ അത് അവർക്കും ദോഷമാണെന്ന് അവർക്കറിയാം. ദോഷം എന്ന് വെച്ചാൽ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ഡീവിയേറ്റ് ചെയ്തു പോകും എന്ന് UDF നന്നായിട്ട് അറിയാം. അതുകൊണ്ട് UDF അത് വിട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ പറയുന്നത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്താണോ ജനങ്ങളും വോട്ടർമാരും ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിച്ചത്, അത് ഒരു മുന്നണിയിലും ചർച്ച ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ ട്രിവിയലായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ് ദൗസർ, ഈ പെട്ടി വിഷയം പോലെയുള്ള സില്ലി കാര്യങ്ങളൊക്കെ നിലമ്പൂരിൻ്റെ മനസ്സിനെ മാറ്റിമറിക്കും. സില്ലി കാര്യങ്ങളൊന്നും ഒരു കാര്യത്തെക്കുറിച്ചും പറയാൻ പറ്റില്ല ഇലക്ഷനിൽ. കാരണം പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഏത് കച്ചി തുരുമ്പും പിടിക്കുക, അതിന് പരമാവധി വോട്ടുണ്ടാക്കാൻ പറ്റുമോ, കിട്ടിയതെല്ലാം ആയുധം എന്നുള്ള പോലെയാണ്. കിട്ടിയതെല്ലാം എന്താണ്, വല്ലഭന് പുല്ലും ആയുധം. ഇതാണ് പാലക്കാട് സംഭവിച്ചത്. പാലക്കാട് എന്താണ്, ഈ പെട്ടിയെ മുൻനിർത്തി ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് CPM ശ്രമിക്കുകയാണ്. പക്ഷേ അതിലവർ ഓവർ ആക്ട് ചെയ്തപ്പോൾ അത് പാളിപ്പോയി. എന്നുവെച്ചാൽ A റഹീമും VV രാജേഷും ഒന്നിച്ചൊരു ഓപ്പറേഷനിൽ, അർദ്ധരാത്രിയിൽ ഒന്നിച്ചൊരു ഓപ്പറേഷന് നേതൃത്വം കൊടുക്കുക. അവിടെ കൈരളിയുടെ ഒന്നിലധികം ക്യാമറാമാരും റിപ്പോർട്ടർമാരും അവിടെ എത്തുക. അത് അങ്ങനെ നട്ടപ്പാതിരക്ക് സംഭവിക്കണമെങ്കിൽ അതൊരു വേറെ എന്തോ ഒരു ഡിസൈനാണ് എന്ന് ആളുകൾ എളുപ്പം സംശയിക്കും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നീലപ്പെട്ടി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഇതൊരു എന്താണ് അസ്വാഭാവികത ഉണ്ടല്ലോ. A റഹീമും VV രാജേഷും നട്ടപ്പാതിരയിൽ, അല്ല VV രാജേഷാണ് VV രാജേഷും ഒരേ ഓപ്പറേഷനിൽ അർദ്ധരാത്രിയിൽ ഒന്നിച്ച് വരിക, കൈരളിയുടെ റിപ്പോർട്ടർമാരും ക്യാമറമാരും വരിക, പോലീസ് വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ആളുകളിൽ സംശയം ഉണ്ടാകും. അതുകൊണ്ടാണത് എന്താണ് അടിപടലം, എന്താണ് സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ അടപടലം പൊളിഞ്ഞു പാളീസായത്. എന്ന് മാത്രമല്ല, കൃഷ്ണദാസ് തന്നെ പറയേണ്ടി വന്നു, അത് എന്തായി, നമുക്കത് തിരിച്ചടിയായി എന്ന്, മോശമായിപ്പോയി എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലാഭം, അതിൽ കിട്ടിയൊരു ഡിവിഡൻഡ് കോൺഗ്രസ്സുകാരുടെ മനസ്സിലുണ്ട്, UDFൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെയും നോക്കാമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. കാരണം MP-യും MLA-യും സഞ്ചരിക്കുന്ന വാഹനം തടഞ്ഞു നിർത്തുന്നു, പരിശോധിക്കുന്നു. ഈ പറഞ്ഞാൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണും, അത് മനസ്സിലാവും. ഇവരുടെ പെട്ടി പരിശോധിക്കുന്നില്ല, പുറത്ത് എടുത്തു വെക്കുന്നുള്ളൂ, പരിശോധിക്കുന്നില്ല. അവർക്ക് പരിശോധിക്കണം, അതിൽ അധികാരം അവർക്കുണ്ടല്ലോ, അങ്ങനെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഞങ്ങളുടെ നേതാക്കന്മാരെ ഇൻസൾട്ട് ചെയ്യാൻ ഭരണകൂടം ശ്രമിക്കുകയാണ് എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ അവർക്ക് എളുപ്പം സാധിക്കും. അതിൻ്റെ വകയിൽ 2 വോട്ട് കിട്ടുകയാണെങ്കിൽ അത് കിട്ടട്ടെ, അങ്ങനെ സ്വാഭാവികം. അതിൽ ആരെയും കുറ്റം പറയാനും പറ്റില്ല. കാരണം ഈ തിരഞ്ഞെടുപ്പെല്ലാം വളരെ സ്വാഭാവികമാണ്. പക്ഷേ എനിക്ക് മനസ്സിലാത്ത കാര്യം, ഒന്ന് നമ്മൾ പലവട്ടം പറഞ്ഞാണ്, അവിടെ യഥാർത്ഥ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് എന്തുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം അൻവർ രാജിവെച്ചിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അൻവർ എന്തിന് രാജിവെച്ചു, അൻവർ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉയർത്തിയാണ് രാജിവെച്ചത്, അതായിരുന്നു അവിടെ ഏറ്റവും പ്രധാന ചർച്ചയാവേണ്ടിയിരുന്നത്. പക്ഷേ അത് വലിയ തോതിലായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം MM ഹസൻ പത്രസമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം വളരെ ടാക്ടിക്കലായുള്ളൊരു മൂവാണ് നടത്തിയത്. മുഖ്യമന്ത്രിയുടെ വരുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ മാപ്പ് പറയണമെന്ന് പറയുന്നുണ്ട്. ഇപ്പം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം, ഇത്തരം കാര്യങ്ങൾ മാപ്പ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു ഇതിനേക്കാളൊക്കെ ഗൗരവപ്പെട്ടൊരു കാര്യം, BJP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടല്ലോ, അവർക്കൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. ഈ BJP പ്രസിഡന്റിനെ അജിംസി ഏതെങ്കിലും ദിവസം അവിടെ കണ്ടോ നിലമ്പൂരിൽ? അങ്ങനെ അവിടെ വരുന്നില്ലല്ലോ, പ്രസിഡന്റ് വരുന്നില്ല, സുരേഷ് ഗോപി വന്നു അല്ലേ. അവരൊരു ക്യാമ്പയിൻ എവിടെ, നമ്മുടെ ഈ ടെലിവിഷൻ ചർച്ചകളിൽ, ഫീൽഡ് ചർച്ചകളിലൊക്കെ ഇവർ പങ്കെടുക്കുന്നുണ്ടോ? എവിടെയും കാണുന്നില്ല. എന്തായിരിക്കും അതേക്കുറിച്ച് എന്താ ആരും ഒന്നും പറയാത്തത്? അതൊരു ഗുരുതരമായൊരു സാഹചര്യമല്ലേ. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ട ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്താണ്, ഈ തെരഞ്ഞെടുപ്പിൽ ആരാണോ ജയിക്കുന്നത്, അല്ല ഈ തെരഞ്ഞെടുപ്പിലെ വിജയം പരാജയം, അതാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ സ്വാധീനിക്കും, മനഃശാസ്ത്രപരമായിട്ട് വലിയ തോതിൽ സ്വാധീനിക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോങ് ടേം പൊളിറ്റിക്കൽ പ്ലാൻ എന്താണ്, അതും പ്രധാനമാണല്ലോ.
അവർക്ക് എന്താണ്, അവർ ഇവിടെ മുഖ്യ പ്രതിപക്ഷമായിട്ട് അവർക്ക് മാറാനാണ് അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ അലൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസാണ് അവർ സ്വീകരിക്കുക. അപ്പോൾ അവരെന്താണ് നിലമ്പൂരിൽ സ്വീകരിച്ചിരുന്ന സ്ട്രാറ്റജി, അവരെന്തുകൊണ്ടാണ് അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്താത്തത് എന്ന് മാത്രമല്ല, തുടക്കത്തിൽ അവരുടെ പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അങ്ങേര് ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി പോകുന്ന വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് വലിയ തോതിൽ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ഈ BJPയുടെ അദൃശ്യത, ഇൻവിസിബിലിറ്റി ഉണ്ടല്ലോ, അതേക്കുറിച്ചൊരു ചർച്ച നടക്കുന്നില്ല. അതെന്താണെന്നുള്ളത് ഇപ്പോൾ ഇനി അത് ചർച്ചയാവുമോ, അതേക്കുറിച്ച് എന്തെങ്കിലും വേറെന്തെങ്കിലും തിയറി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിവേ അതാണ് പറഞ്ഞത്, കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപക്ഷെ സ്വാധീനിക്കാൻ ഇടയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആകും, ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് നിലമ്പൂരിൽ നിന്നുണ്ടാവുക. അതിൻ്റെ ഒരു ഗൗരവത്തിലുള്ള ചർച്ച അങ്ങനെ നടക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM സ്വീകരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഒരു മുസ്ലിം അദറിനെ സൃഷ്ടിക്കുക, ഒരു മുസ്ലിം ഡീമൻ. അതാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിം ഡീമൻ, ഒരു ഭീകര സ്വത്ത് അവിടെ ഉണ്ട്, അതിനെതിരെയുള്ള ഫൈറ്റ്, അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിലൂടെ ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് CPM സ്വീകരിക്കുന്നത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ വളരെ കുപ്രസിദ്ധമായിട്ടുള്ള അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി അലയൻസ് എന്ന പ്രയോഗം അന്നു മുതൽ തുടങ്ങിയൊരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി ചില സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ എപ്പോഴും വർക്ക് ചെയ്തിട്ടില്ല. ആ സ്ട്രാറ്റജി എടുത്തതിന് ശേഷം തന്നെയാണ് 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. അതിനുശേഷം തന്നെയാണ് അത് മാരകമായി ഇന്ന് കാണുന്ന അതേ രീതിയിൽ ഗോവിന്ദൻ മാഷ് ഉപയോഗിച്ചതാണ് പാലക്കാട്, അത് വിജയിച്ചിട്ടില്ല. അത് തന്നെയാണ് നിലമ്പൂരും പയറ്റുന്നത്. അപ്പോൾ ഞാനിതിൽ കാണുന്നത് വെച്ചാൽ ഒന്നും നേരത്തെ പോലെയല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമില്ല എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ആധികാരികമായതൊക്കെ പറയാനുള്ളൂ, വളരെ ശക്തിയിൽ അദ്ദേഹം പറയുകയാണ്. പക്ഷെ അതേസമയം ഇവിടെ കണ്ണും കാതുമുള്ള മനുഷ്യരിവിടെ ഉണ്ടല്ലോ. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ ഇവർ തമ്മിലുണ്ടാക്കിയ ബന്ധത്തെക്കുറിച്ചും സഖ്യത്തെക്കുറിച്ചും ഒക്കെ നാട്ടുകാർക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് കാര്യങ്ങൾ അത്ര എളുപ്പം, പഴയതുപോലെ പ്രസ്താവനകൾ നടത്തി ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തി മാത്രം ആളുകളുടെ വോട്ട് സ്വാധീനിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. ആളുകൾക്ക് ക്രോസ് വെരിഫൈ ചെയ്യാനുള്ള, ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാനുള്ള ഇഷ്ടം പോലെ മീഡിയംസ് ഉണ്ട്, പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് അനാവശ്യമായി വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി നുണ പറഞ്ഞിട്ട് എല്ലാ ദിവസവും രാവിലെ ബ്രീഫിംഗ് എന്ന പേരിൽ പച്ചക്കള്ള ഇങ്ങനെ പറഞ്ഞ് സ്വയം വഷളാവേണ്ടതില്ല എന്നാണ് രാഷ്ട്രീയ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തുന്നുണ്ട്. ശരിയായ വിധി നിലമ്പൂരിലുണ്ടാവും. യെസ്, എന്തായാലും പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി 4 ദിവസം കൂടിയുള്ളൂ പ്രചാരണത്തിന്. അപ്പോൾ ഈ 4 ദിവസത്തിനുള്ളിൽ ഇനിയും പുതിയ പല വിഷയങ്ങളും ഉയർന്നു വരുമെന്നതിൽ സംശയമില്ല.